ഉദ്ദിത ദൈവമേ രക്ഷക സമാധാനമേ. കരിമ്പിൻ ചണ്ടി പോലെ ആയ ഒരു കരിമ്പിനെ വീണ്ടും പഞ്ചസാര കുത്തിവെച്ച് വീണ്ടും അത് പിഴിയാൻ ഉപയോഗിക്കുന്നതാണോ നല്ലത്? നല്ല രീതിയിൽ കരിമ്പുസത്തുള്ള നല്ല കരിമ്പിനോട് ചേർന്ന് നിന്ന് വീണ്ടും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണോ നല്ലത്? പലപ്പോഴും ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ലേ? വീണ്ടും പിഴിയുക എന്ന തത്വശാസ്ത്രത്തിലൂടെ പോകാതെ അതിനെ വളർത്തിയെടുക്കാനുള്ള തത്വശാസ്ത്രമായിരിക്കും എപ്പോഴും നല്ലത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പാപങ്ങളോടും സഹനങ്ങളോടും പലപ്പോഴും പറയാറുണ്ട്, ഏതിനോടാണ് നാം സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നത്? സഹനങ്ങളെ നാം വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയണം. എന്നാൽ പാപങ്ങളെയും പാപമാർഗങ്ങളെയും നമുക്ക് മാറ്റി നിർത്തുവാനും കഴിയണം. പലപ്പോഴും അങ്ങനെ കഴിയാറുണ്ടോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം സഭയ്ക്കും അതുപോലെ തന്നെ വൈദികർക്കും എപ്പോഴും തണലായി നിന്ന ഒത്തിരി സന്യാസിനികളുണ്ട്. അവരെല്ലാവരും നല്ല തോഴികളായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ അങ്ങനെ ഒരു വിശുദ്ധിയായിരുന്നു. എന്നാൽ അവർ പള്ളിയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ പ്രാർത്ഥനാരൂപി ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാത്താൻ പിടിക്കുന്നത് അവരെയല്ലേ ആയിരിക്കുമല്ലോ. ഒരു വൈദികർക്ക് വേണ്ടി അല്ലെങ്കിൽ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുകയില്ല, അത് പ്രാർത്ഥനയാവുകയില്ല. പകരം അത് സഹനമായി ഏറ്റെടുക്കുമ്പോൾ എത്രയോ വലിയ പ്രാർത്ഥന ശക്തിയുമാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാതെ പോകുന്നു എന്നൊക്കെ പറയും. ഈ വെളിച്ചം എത്രയോ നന്നായിട്ട് നൽകുന്നവരാണ് സിസ്റ്റേഴ്സ്. അവർക്ക് നല്ല തോഴിമാരാണവർ. എല്ലാവർക്കും, ഒരു സമൂഹത്തിന് മാത്രമല്ല, ഒരു ഇടവകയ്ക്ക് മാത്രമല്ല, ഒരു സംസ്ഥാനത്തിനല്ല, ലോകത്തിന് തന്നെ നല്ല വെളിച്ചം നൽകി വളർത്തിയവരാണ് നല്ല സിസ്റ്റേഴ്സ്. അതിനാൽ അവർ നല്ല ദൈവത്തിൻ്റെ മാലാഖമാരെ പോലെയുള്ള തോഴിമാരാണ്. അങ്ങനെ ആകേണ്ടിയിരിക്കുന്നു അല്ലേ? ആയതിനാൽ എല്ലാവരും വളരെ നല്ല ചിന്തിച്ചാൽ ഒരു നല്ല സമൂഹം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. ഒന്നിൻ്റെയും കുറവ് അവിടെ ഉണ്ടാവുകയില്ല. നയിക്കുവാൻ വെള്ളത്തിൻ്റെ കുറവുണ്ടാവുകയില്ല, വെളിച്ചത്തിൻ്റെ കുറവുണ്ടാവുകയില്ല, ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാവുകയില്ല, സമ്പത്തിൻ്റെ കുറവുണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ഒന്ന് നമുക്ക് താഴ്ന്ന് എളിമപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും അധികാരത്തിൽ ഇരിക്കാൻ ഇഷ്ടം, ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിക്കപ്പെടാനാവുക. നിങ്ങൾ ഇങ്ങോട്ട് ശുശ്രൂഷിക്കുക. ആ മനോഭാവം മാറെങ്കിൽ നമുക്ക് ഇവിടെ ക്രിസ്തുവിൻ്റെ ഒരു തൊഴുത്തും ഒരു ഇടയനുമായി തീരുവാനുള്ള ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അതിന് നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.